നമ്മൾ ഈ കർത്താവിനെ കേൾക്കുന്നതും കർത്താവിൻ്റെ അടുത്തിരിക്കുന്നതും ഈശോയെ സ്നേഹിക്കുന്നതും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം ദ ഫൈനൽ എൻഡ് നമ്മുടെ ഒരു വലിയ ലക്ഷ്യം ഇതാണ്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. ഞാൻ കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയുക. ഐ എം നോട്ട് ഓർഫൻ, ഐ എം നോട്ട് അബാൻഡൻഡ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം, കർത്താവിൻ്റെ സ്വന്തം. ആ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. എൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു വചനം ഇങ്ങനെയാണ്: സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിങ്ങനെ വായിക്കുക, ദ ലോർഡ്സ് അപ്പോസ്ട്രോഫി ടു ടെസ്, ദ ലോർഡ്സ്, കർത്താവിൻ്റെത്. കർത്താവിൻ്റെത്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെത്. ഞാൻ കർത്താവിൻ്റെതാണെങ്കിൽ എൻ്റെ കാര്യം ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിനുള്ളതാണെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഞാൻ കർത്താവിനുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, നല്ലതാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയും കൂടിയാണ്: കർത്താവേ, രോഗിയായ എൻ്റെ ഈ പ്രിയപ്പെട്ട ആൾ അങ്ങയുടേതാണെന്ന് ആ ആൾക്ക് ബോധ്യം കിട്ടട്ടെ. നമ്മൾ ഈ കർത്താവിനെ കേൾക്കുന്നതും കർത്താവിൻ്റെ അടുത്തിരിക്കുന്നതും ഈശോയെ സ്നേഹിക്കുന്നതും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം ദ ഫൈനൽ എൻഡ് നമ്മുടെ ഒരു വലിയ ലക്ഷ്യം ഇതാണ്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. ഞാൻ കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയുക. ഐ എം നോട്ട് ഓർഫൻ, ഐ എം നോട്ട് അബാൻഡൻഡ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം, കർത്താവിൻ്റെ സ്വന്തം. ആ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. എൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു വചനം ഇങ്ങനെയാണ്: സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിങ്ങനെ വായിക്കുക, ദ ലോർഡ്സ് അപ്പോസ്ട്രോഫി ടു ടെസ്, ദ ലോർഡ്സ്, കർത്താവിൻ്റെത്. കർത്താവിൻ്റെത്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെത്. ഞാൻ കർത്താവിൻ്റെതാണെങ്കിൽ എൻ്റെ കാര്യം ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിനുള്ളതാണെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഞാൻ കർത്താവിനുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, നല്ലതാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയും കൂടിയാണ്: കർത്താവേ, രോഗിയായ എൻ്റെ ഈ പ്രിയപ്പെട്ട ആൾ അങ്ങയുടേതാണെന്ന് ആ ആൾക്ക് ബോധ്യം കിട്ടട്ടെ.